പൂച്ചയെ കൊന്ന കഷ്ണങ്ങളാക്കി ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കൊടും ക്രൂരതയ്ക്കെതിരെ കേസ്. പാലക്കാട് ചേർപ്പുളശ്ശേരി മടത്തിപ്പറമ്പ് സ്വദേശിയായ യുവാവ് ഷജീറിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസ്. മൃഗസ്നേഹിയും ആനിമൽ റെസ്ക്യൂ പേഴ്സണുമായ ജിനീഷിൻ്റെ പരാതിയിലാണ് നിലവിൽ ഷജീറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, സമൂഹ മാധ്യമത്തിൽ കൊടും ക്രൂര ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പൂച്ചയെ കൊന്ന് കഷ്ണങ്ങളാക്കി ഉള്ള ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ക്രൂരത. ഇത് കണ്ട് എല്ലാവരും ഏറെ അപലപിച്ചതാണ് മൃഗങ്ങളോടുള്ള ക്രൂരത. എന്തായാലും അവസാനം ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പാലക്കാട് ചെർപ്പശ്ശേരി സ്വദേശിയായ ലോറി ഡ്രൈവർ മഴത്തിപ്പറമ്പ് സ്വദേശി ഷജീർ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പൂച്ചയ്ക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യങ്ങളും പിന്നീട് അതേ പൂച്ചയെ തന്നെ അതിനെ കൊന്ന് കഷ്ണങ്ങളാക്കി അതിന്റെ തല ഒരു ഭാഗത്തും മാംസത്തിലേക്ക് ഒരു ജാക്കി ലിവർ കൊണ്ട് നിരന്തരം അടിക്കുന്ന തരത്തിൽ ഒരു വീഡിയോയും പങ്കുവച്ചത്. മാത്രമല്ല ഇതിനൊരു ദുഃഖകരമായിട്ടുള്ള പശ്ചാത്തല സംഗീതം കൂടെ ഇട്ടായിരുന്നു ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങളും മറ്റും അന്ന് ഉയർന്നിരുന്നു. നമ്മൾ ജനം TV ഉൾപ്പെടെ ഈ ക്രൂരകൃത്യം ചെയ്ത സംഭവം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഈ വാർത്തകളുടെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൃഗസ്നേഹിയും അനിമൽ റെസ്ക്യൂ പേഴ്സണുമായ ജിനീഷ് എന്ന വ്യക്തി നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചെർപ്പശ്ശേരി പോലീസാണ് ഈ മടത്തിപ്പറമ്പ് സ്വദേശിയായ ഷജീറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്തതിൽ നേരത്തെ ഞാൻ പറഞ്ഞു വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇയാൾക്കെതിരെ കേസെടുത്ത് കൃത്യമായ നടപടി വേണമെന്നൊക്കെ ആവശ്യം ഉയർന്നിരുന്നു. ഒടുവിൽ ഇപ്പോൾ ചെർപ്പശ്ശേരി പോലീസാണ് വിഷയം അന്വേഷിച്ച് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാലക്കാടാണ് മൃഗങ്ങളോടുള്ള ക്രൂരത, പ്രത്യേകിച്ചും പൂച്ചയെ കൊല്ലുന്ന ദൃശ്യങ്ങളടക്കം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വ്യക്തിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.